ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് റാഡിസൺ അടിച്ചു നോക്കിട്ടോ. റാഡിസൺ അടിച്ചപ്പോ 2 റാഡിസൺ. പാരീസിൽ ഒളിമ്പിക്സിന്റെ സമയത്ത് അവിടെ ഒന്ന് ലാൻഡ് ചെയ്യുന്ന പറയുന്നത്. എന്തായാലും ഫൈസിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഞാനിവിടെ കുറച്ച് ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ പുള്ളി എന്റെ ഫോട്ടോ എടുത്തു. ഞാനിപ്പോ പോകുന്നത് ഇവിടത്തെ റിവറിന്റെ നടുവിൽ ഒരു ഐലൻഡ് പോലത്തെ ഒരു ഗാർഡൻ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഫൈസ്. ഞാൻ ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്കുള്ള സൈക്കിൾ യാത്രയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ളത് ഹംഗറിയിലെ ബുഡാപെസ്റ്റിലാണുള്ളത്. ഞാനിപ്പോൾ പോകുന്നത് ഇവിടുത്തെ റിവറിൻ്റെ നടുവിലൊരു ഐലൻഡ് പോലത്തെ ഒരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമ്മളൊരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഗെറ്റ് ടുഗദർ ഇതിൻ്റെ അല്ല, ഞാൻ വന്നതിൻ്റെ അല്ല. ഇവിടെ ചന്ദ്രയാൻ ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചതിൻ്റെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. കുറച്ച് ഇന്ത്യൻ ഫാമിലി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇന്ത്യക്കാർ വരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അവർ എന്നെയും കൂടി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ അങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ദനൂബ് നദിയുടെ മിഡിലിൽ ഒരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലം, അവിടെ ഒരു എന്താ പറയാ, ഒരു ഗാർഡൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ സൈഡിലും ഈ സൈഡിലും ദനൂബ് നദിയാണ്. അപ്പോൾ അതിൻ്റെ മിഡിലിൽ ഒരു ചെറിയൊരു ലാൻഡ് ഉണ്ട്. ആ ലാൻഡിലേക്ക് ഞാൻ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പാർക്കാണ്, ആളുകളൊക്കെ വരുന്നൊരു സ്ഥലം, ഒരു ചെറിയൊരു പാർക്ക്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. എല്ലാവരും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു 10-30 പേരെങ്കിലും ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. ഇവിടെ ഐസ് ബ്രേക്കിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരിചയമൊക്കെ കഴിഞ്ഞു. സ്ട്രേഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ പറയാം. അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞു. ഇപ്പോൾ വേറൊരു ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലേ ആണത്. ഇവിടെ കുറച്ച് കിഡൂസ് ഉണ്ട്. കിഡീസ് ഇവരിവിടുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ട്സ് യുവർ നെയിം? വാട്ട് ഈസ് യുവർ നെയിം? വിഹാസ്. വിച്ച് ക്ലാസ്? Which class are you studying? LKG? LKG? Daddy. No problem. Which class I am? Daddy, which class I'm studying? Year 2 now. Year 2. Year 2. Nice. Yeah. But I am in KG1. KG1. What's your name? Rayans. Ryan. Wow. എല്ലാവരും ചായ കുടിയിലാണ്. കട്ട്ലറ്റ് ഉണ്ട്. യെസ്, കട്ട്ലറ്റ് ഉണ്ടല്ലോ. ഒരു കട്ട്ലറ്റ് കൂടെ വെജ് തന്നെ. I don't know किसका है. Veg or non-veg? I think non-veg. It's veg or non-veg? Vegetarian. अगर वहाँ गया था इधर क्या है? Spicy, okay? Just warning.
हुआ सेमोलिना kind of pizza. सूजी हाँ, पिज्जा हाँ. Suzy दिस इज pizza. समथिंग मेड ऑफ राइस एंड दैट इज रुको मेरी भेड़ भी आ रही है अभी. Okay. I don't know what is This it, is cutlet. but this is also very Cutlet, nice. vegetable. Cutlet? Yeah, this is cutlet. Hari, what is this? Chocolate? ఏది కావాలి బట్టి ఏది బాగుంది చూడడానికి ഇവിടെ ഒരു ചൈനീസ് ഫാമിലി ഉണ്ട് അവർക്കുണ്ട് യെസ് ഐ എം ഫ്രോം ഇന്ത്യ ദേ വാണ്ട് ടു ടേക്ക് പിക്ചർ വിത്ത് മീ ഒരു അവർക്ക് എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം ഐ തിങ്ക് ഹായ് ബൈ ബൈ വളരെ കോയിൻസിഡൻസ് ആയിട്ട് ഇവിടെ ഒരു അത്ലറ്റിക് മീറ്റ് നടക്കുന്നുണ്ട് വേൾഡ് അത്ലറ്റിക് ഫെഡറേഷൻ അപ്പോൾ ചാമ്പ്യൻഷിപ്പ് ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കുറച്ച് അത്ലറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട് അനസ് യഹിയ നീരജ് ചോപ്ര അങ്ങനെ കുറച്ച് പേര് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ അതിൽ കുറച്ച് പേരെ കാണാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഞാനിപ്പോൾ അവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോവുകയാണ് അവർ താമസിക്കുന്ന റാഡിസണിലാണ് ഞാൻ താമസിക്കുന്ന റൂമിൽ നിന്ന് ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ ഉള്ളൂ 1.5 കിലോമീറ്റർ ഉള്ളൂ ഇവിടെ അടുത്താണ് ഞാൻ അവരെ കാണാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ അപ്പോൾ പോകുമ്പോഴുള്ള വിശേഷങ്ങളൊക്കെ കാണാം അവിടെ എത്തിയിട്ട് അവരുമായിട്ടുള്ള വിശേഷങ്ങൾ കാണാം എന്ന് വിചാരിക്കുന്നു കാരണം അവർക്ക് ഇന്ന് ഇതുണ്ട് ഇവൻ്റ് ഉണ്ട് മത്സരം ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അവർ അധിക നേരം ഫ്രീ ആവുമെന്ന് അറിയില്ല എന്തായാലും ഞാനൊന്ന് കാണും സംസാരിക്കാൻ സമയം കിട്ടുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല നോക്കാം നമുക്കൊന്ന് പോയി നോക്കാം ഒരു അറ്റംപ്റ്റ് അപ്പോൾ ശരി നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം ആരും വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഓക്കെ ഞാൻ പുറത്തിറങ്ങി ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് റാഡിസൺ അടിച്ചു നോക്കിട്ടോ റാഡിസൺ അടിച്ചപ്പോൾ ഉണ്ട് 2 റാഡിസൺ ഒന്ന് 1.5 കിലോമീറ്റർ ഒന്ന് ഒരു 5.5 കിലോമീറ്ററും ആകെ പെട്ട് ഏത് റാഡിസണാന്ന് അറിയില്ല അങ്ങനെ വീണ്ടും കോച്ചിന് ഫോൺ ചെയ്തു കോച്ച് ഫോൺ എടുക്കുന്നില്ല പിന്നെ മെസ്സേജ് അയച്ചു അപ്പം മെസ്സേജിന് ഇപ്പോൾ റിപ്ലൈ വന്നു ദൂരെയുള്ള റാഡിസണിലാണ് ഇവിടെ അല്ല അങ്ങനെ ഞാനിപ്പോൾ ദൂരെയുള്ള റാഡിസണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തല്ല കേട്ടോ ദൂരെയാണ് പറഞ്ഞ സമയത്തിന് അവിടെ എത്തണം 2 മണിയാ പറഞ്ഞത് 2 മണി ആവാൻ ഇനി 5 മിനിറ്റ് ഇനി ഒരു 2 കിലോമീറ്റർ കൂടെ ഉണ്ട് ഞാനിപ്പോൾ റാഡിസണിലാണ് ഉള്ളത് ഇവിടെ സാറിനെ കണ്ടു രാജ്മോഹൻ സാറാണിത് സാറിനെ കണ്ടു അതാണ് അതിന്റെ ഹൈലൈറ്റ് ഈ സൗണ്ട് അടിച്ച് ഞങ്ങൾ ഓടി വരാം അപ്പോൾ ഞാനിതാ ഇവിടുത്തെ ഹോട്ടലിലാണുള്ളത് ഇന്ത്യൻ ടീം താമസിക്കുന്ന ഹോട്ടലിലാണ് ഇവിടെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു കേട്ടോ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഞാനിവിടെ വന്നു ഇന്ത്യൻ ടീമിൻ്റെ കൂടെ ഫുഡ് കഴിച്ചു ലഞ്ച് കഴിച്ചു അതിലേറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് നമ്മളെ ഹോട്ട് ഷോട്ടായിട്ടുള്ള നീരജ് ചോപ്രയുടെ ഞാൻ മീറ്റ് ചെയ്തു ഇതാ നീരജ് ചോപ്രയുടെ റൂമിൻ്റെ അടുത്ത് പോയി ആളെ കണ്ടു സംസാരിച്ചു പുള്ളി എൻ്റെ കൂടെ വന്നു ലിഫ്റ്റിൽ കയറി താഴെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു പുള്ളി സെപ്പറേറ്റ് ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് എല്ലാവരുടെയും കൂടെ അല്ല അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന് എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു കോച്ച് ഉണ്ടായിരുന്നു പിന്നെ കേരളത്തിൽ നിന്ന് കുറേ പേരുണ്ട് മൊത്തം 28 അത്ലറ്റ്സാണ് വന്നിട്ടുള്ളത് മൊത്തം 42 ആളുകളുണ്ട് എല്ലാ ഒഫീഷ്യൽസും കൂടെ അപ്പോൾ ആള് ഭയങ്കര കൂളാണ് നമ്മുടെ അനസിനെ കണ്ടു അനസ് യഹിയ അടിപൊളിയാണ് ആളെ കണ്ടു പിന്നെ നീരജ് ചോപ്രനെ കണ്ടു അഞ്ജു ബോബി ജോർജ് എല്ലാ ഫോട്ടോസും ഇതാവും 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കിളി പോയി ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റുമെന്നും കൂടി അറിയാതെ വന്നതാണ് പക്ഷെ വന്നു അവരുടെ കൂടെയൊക്കെ ഫുഡ് കഴിച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ചു നോ വേർഡ്സ്
എനിക്ക് ഇവിടുത്തെ ഡോക്ടറുണ്ട്, ഇവരുടെ ടീമിൻ്റെ കൂടെ ഒരു ഡോക്ടർ ഉണ്ടാവും. ആ ഡോക്ടർ എനിക്ക് കുറേ മെഡിസിൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പെയിൻ വന്നാൽ, സ്റ്റൊമക്ക് അപ്സെറ്റ് ആയാൽ, വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ, പിന്നെ കുറേ സ്പ്രേ, മസിൽ ക്രാമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഉളുക്ക്, ചതവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാനുള്ള സ്പ്രേയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്തായാലും ഞാനും ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് യാത്ര ചെയ്തത്. അതുകൊണ്ട് എനിക്ക് എല്ലാ സെറ്റപ്പും തന്നിട്ടുണ്ട്. ഐ ഫീൽ സോ പ്രൗഡ്. ആക്ച്വലി എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിപൊളി. ഇന്ന് ഞാൻ മൊത്തത്തിൽ ഈ ഒരു ഓണാഘോഷം പോലെയായിരുന്നു. എനിക്ക് നല്ല അടിപൊളി ഫുഡ് കഴിച്ചു. എന്താ പറയണ്ടേ, എനിക്ക് വാക്കുകളില്ല സത്യം പറഞ്ഞാൽ. അഞ്ജു ബോബി ജോർജ് മാം നല്ല സപ്പോർട്ടായിരുന്നു. എനിക്ക് കുറേ നേരം സംസാരിച്ചു. ഞാനിതാ ഇപ്പോൾ മാമിൻ്റെ അടുത്തു നിന്നാണ് വരുന്നത്. പക്ഷെ അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല വീഡിയോ എടുത്തിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോസൊക്കെ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഫോട്ടോസ് കുഴപ്പമില്ല, പക്ഷേ ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് പോയിട്ട് വീഡിയോ എടുക്കട്ടെ, അതെടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം മാം എനിക്കൊരു ആശംസ വീഡിയോ തന്നിട്ടുണ്ട്, അതും ഞാനിവിടെ പ്ലേ ചെയ്യാം. ഹലോ എവരി വൺ, ഞങ്ങൾ ബുഡാപെസ്റ്റിലാണ്. ഇവിടെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വന്നതാണ്. ഇവിടെ എത്തിയപ്പോൾ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 15 നമ്മളുടെ ഇന്ത്യയിൽ നിന്നും, എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നും സൈക്കിളിൽ ലണ്ടനിലേക്ക് പുറപ്പെട്ട ഒരാളെ കാണാൻ പറ്റി. ഞങ്ങളുടെ ടീം ഹോട്ടലിൽ വന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ. കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്. ഇനി അടുത്ത വർഷമേ ലണ്ടനിൽ എത്തുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പാരീസിൽ ഒളിമ്പിക്സിൻ്റെ സമയത്ത് അവിടെ ഒന്ന് ലാൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. എന്തായാലും ഫൈസിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഈ ഒരു ടൂർ അല്ലെങ്കിൽ ഈ ഒരു ആഗ്രഹം വിചാരിച്ച രീതിയിൽ വിജയമായിട്ട് പാരീസിൽ കാണാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അത് ഞാനിവിടെ കൊടുക്കാം. വേറെ എന്താണ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ നിലത്ത് നിൽക്കുന്നത്, നിലത്തല്ല ഉള്ളത്, എയറിലാണ് ഉള്ളത്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഇന്ത്യൻ ടീം. ഇന്നാണ് ഫൈനല്. ഇന്ന് ഫൈനലിൽ ഇന്ത്യൻ ടീം നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് മെഡൽ വാങ്ങും. എനിക്ക് ഉറപ്പുണ്ട്, എന്തായാലും മെഡൽ വാങ്ങുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇന്ന് മെഡൽ വാങ്ങിയിരിക്കും. ഇന്ന് 9:37 നമ്മുടെ കേരള അനസിൻ്റെയൊക്കെ ഇവൻ്റ്. അപ്പോൾ എന്തായാലും ഇന്ത്യ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുമെന്ന്. ഓക്കെ, അപ്പോൾ ശരി, ഞാൻ ഇവിടുന്ന് ഇറങ്ങട്ടെ. ഇനിയിപ്പോൾ ഇവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയില്ല, കാരണം ഫൈനലാണെന്ന്. ഇവർക്ക് എല്ലാവർക്കും റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം. ഞാൻ ടിക്കറ്റ് നോക്കി, ഇവിടെ ഭയങ്കര ടൈറ്റാണ്. രാവിലത്തെ ഏതൊക്കെയോ ഇവൻറ്റിന് ടിക്കറ്റ് ഉണ്ട്, പക്ഷേ ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു ഇവൻറ്റിനും ടിക്കറ്റ് അവൈലബിൾ അല്ല. ഞാൻ ഒരുപാട് നോക്കി, ടിക്കറ്റ് അവൈലബിൾ അല്ല. അപ്പോൾ കളി കാണാൻ TV തന്നെ ആശയം, നേരിട്ട് കാണാനുള്ള ഓപ്ഷൻ ഇല്ല. എനിക്ക് സ്റ്റേഡിയത്തിൽ ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് ഇവിടെ ഒരു പാർക്കിലൊരു സ്ക്രീൻ ഉണ്ട്. ആ സ്ക്രീനിൽ നമ്മുടെ നീരജ് ചോപ്ര എറിയുന്നത് കാണാൻ വേണ്ടി വന്നതാണ്. ഈ പുറകിലുള്ള സ്ക്രീനിൽ നമുക്ക് കാണാമോ. ഇപ്പൊ 8 മണി ആയതേ ഉള്ളൂ. 8:30 നീരജ് ചോപ്രയുടെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരുപാട് ആളുകളുണ്ട്. ഞാനിവിടെ കുറച്ച് ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പുള്ളി എന്റെ ഫോട്ടോ എടുത്തു. പുള്ളി പിന്നെ ആ ഫോട്ടോ എനിക്ക് കൊണ്ടുതരും. No lights, yeah? You know how it works? Put it in your pocket. Okay. For 10 minutes, yeah? 10 minutes. Good luck. Thank you so much. How long? 1 year completed. 1 year already completed, yeah? Yeah. Nice one. You're from? I'm from Hungary, but I live in London. Oh, you live in London? Yeah. Next year only I will reach there. When? I don't know when. How many kilometers? Till now it's around 13,000 kilometers. 13. 13. Yeah. This is my 18th country. 18. Wow. Yeah, 18th country. Now I want to do the London to Hungary. Oh, you let Yeah, me. I'm cycling as well, so Oh, that's good. yeah. Nice place. I like Hungary, Budapest. You just I really arrived like. or 2 days back. back? Yeah, day after tomorrow I'll go to Slovakia. Austria, Czech Republic.
Where are you sleeping? Do you have like a hostel or? No, no. I have a camping tent and everything. Usually, I am in camp. If anybody ready to house me, I will go to the house or room. That's it. All the best, yeah? Okay, thank you. Thank you very much. Good luck and Okay. see you in. You can follow me in Instagram, then you'll get all the Yes. updates. Instagram. You have Instagram? Yes. ഇവിടെ ദാ നീരജ് ചോപ്രയുടെ പ്രകടനം കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പാർക്കിലാണുള്ളത്. ഇവിടെ ഒരുപാട് സ്ക്രീനുകളുണ്ട്, പക്ഷേ ഈ സ്ക്രീനിൽ മാത്രമേ കളിയുള്ളൂ. അവിടെ ഒരുപാട് ആളുകൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ എട്ടരക്കാണ് സമയമുണ്ട്, ഇനി ഒരു അരമണിക്കൂർ കൂടി കഴിയും. ഇപ്പോൾ ഹൈ ജമ്പാണ്, ഇനി ലോങ് ജമ്പ് എന്തൊക്കെയോ പരിപാടികളുണ്ടെന്ന്. അതിൽ 8:30 ജാവലിംഗ് ത്രോ വരും. 9:45 നമ്മുടെ അനസിൻ്റെയൊക്കെ ഓട്ടമുണ്ട്, അത് കാണണം. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇന്ന് തിരിച്ചു പോവാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ എൻജോയ് ചെയ്യാം. ഇന്ത്യനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്, വേറെ ആരെയും കാണുന്നില്ല. അതാ നമ്മുടെ നീരജ് ചോപ്ര വീട്ടിൽ അറിയാൻ പോവാണ്. ഓൾറെഡി ടോപ്പിലാണുള്ളത്, 88.17 ആള്. വാവ്, നമ്മുടെ ഫ്ലാഗ് ഫ്ലാഗ് ഫ്ലാഗ്. मुबारक हो भाई तुमको। मुबारक हो भाई। है भाई। Come on, come on, come on! Wow, 85. എങ്ങനെ ചോപ്ര ഇവിടെ എനിക്ക് കുറച്ച് പാകിസ്ഥാനി ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. आपका नाम क्या है? आपका नाम? जी मेरा नाम कासिम रहमान है। कासिम, पाकिस्तान में किधर है? मैं पाकिस्तान पंजाब से हूँ। पंजाब से। इधर क्या कर रहे हैं? मैं स्टूडेंट है। अच्छा, तस्वुर किधर से? गुजरात से पाकिस्तान। पाकिस्तान, गुजरात। उधर गुजरात भी है? गुजरात पंजाब, पंजाब देखेंगे पहले। पंजाब। नुमान नाम है मेरा और मैं लाहौर से हूँ। लाहौर से? हाँ, पाकिस्तान, गुजरात, पंजाब। अच्छा।